ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു പുതിയൊരു ഐറ്റം ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ആക്ച്വലി ഇത് ഞാൻ വാങ്ങാൻ വേണ്ടി പോയതല്ല, കാരണം ഓസ്ട്രിച്ചിൻ്റെ ആക്ച്വലി ഇത് വാങ്ങാനല്ല ഞാൻ പോയത്. പക്ഷേ ഞാനിത് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ എടുത്തതാണ്. ഞാനപ്പോൾ അത് ബില്ല് ചെയ്ത് പുറത്തിറങ്ങുവാണ്. ശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പിക്ക് ചെയ്ത വീഡിയോ കാണിച്ചതുപോലെ തന്നെ ഇന്ന് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ആക്ച്വലി ഉണ്ടാക്കാൻ പോകുന്നത്. ഓസ്ട്രിച്ച് ഫില്ലറ്റ് സ്റ്റേക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഡക്ക് വാങ്ങാനാണ് പോയത്. വൈഫിന് ഡക്ക് കഴിക്കുന്ന പുതിയ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഡക്ക് വാങ്ങാൻ ചെയ്തപ്പോഴാണ് ഞാൻ സെയിൽസ്ബറീസിൽ ഇതിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ വെച്ചത്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, ഉണ്ടാക്കുന്ന വീഡിയോകൾ കണ്ടിട്ടില്ല. സത്യം ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഞാൻ പ്രോപ്പർ എനിക്ക് ഐഡിയ ഇല്ല. എൻ്റെ ഒരു ചെറിയൊരു ഐഡിയ വെച്ച് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കുകയാണ്, എനിക്ക് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതാണ് ഇത് വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരുപാട് മസാല ഒന്നും യൂസ് ചെയ്തില്ല, വളരെ മിനിമം ആയിട്ടുള്ള മസാല യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പറ്റി ഞാനതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതേ സമയത്ത് തന്നെ ഞാൻ 2 ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങും കൊടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റീക്കായിട്ടാണ് വരുന്നത്. 2 ഇൻഡിവിജ്വൽ വേറെ പാക്കിംഗ് ഉണ്ട്. നമ്മൾ പാക്കിംഗ് ചെയ്യാൻ പോകും. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി ബ്ലഡൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുവാണ്. ആദ്യം തന്നെ വാഷ് ചെയ്ത ശേഷം പോരാ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വാഷ് ചെയ്ത് ഒന്ന് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പതിയെ ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യുവാണ്. കുരുമുളക് പൊടി, പെപ്പറും 2 സൈഡിലും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യുമ്പോൾ കൊച്ചു ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് പ്ലേ ആവുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ അത് കയറി വന്നു കഴിഞ്ഞാൽ ആരും അതൊരു ബുദ്ധിമുട്ടായിട്ട് എടുക്കരുത്. ഓക്കെ, ഞാൻ ഇതൊരു കുറച്ച് സമയം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കോഴി വച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ പതിയെ വെജിറ്റബിൾസ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എയർ ഫ്രയറിലേക്ക് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ശേഷമാണ് വയ്ക്കുന്നത്. അത് അവിടെ കിടന്നൊന്ന് ഗ്രില്ലാവട്ടെ. അപ്പോൾ നമ്മൾ സ്റ്റീക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ പതിയെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ലേശം ഓയിൽ, ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഒപ്പം തന്നെ ഓയിൽ ചേർത്ത ശേഷം ഞാൻ കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. സ്റ്റീക്ക് പതിയെ കൂട്ടത്തിൽ തന്നെ ഞാൻ 2 റോസ്മറിയും വയ്ക്കുന്നുണ്ട്. ഒപ്പം 2 ചതച്ച വെളുത്തുള്ളി. അത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. ചെറിയൊരു എരിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നത്. ആക്ച്വലി നീളത്തിലായിട്ടാണ്. കാരണം നമ്മൾ ജസ്റ്റ് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കുരുമുളക് ഉപ്പ് മാത്രമാണല്ലോ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ബട്ടർ ബെൽറ്റായി വരുന്നത്. അപ്പം ലേശം കൂടെ ബട്ടർ ചേർക്കുന്നുണ്ട്. അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്. അത് ആവുന്നതനുസരിച്ച് കുറച്ചുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ സ്റ്റീക്ക് 1 സൈഡ് ഇങ്ങനെ പതിയെ
ബട്ടർ പതിയെ മേളിക്കൂടെ കോരി ഒഴിച്ച് കൊടുത്തുനിന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീറ്റ് ഞാൻ വിചാരിച്ചില്ല, നമ്മുടെ ഓസ്ട്രിച്ചിൻ്റെ മീറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു ചിക്കൻ്റെ മീറ്റ് പോലെ വൈറ്റ് മീറ്റ് ആയിരിക്കും വിചാരിച്ചു. പക്ഷേ ഇത് റെഡ് മീറ്റാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ സ്ലോയിലാണ് പതിയെ മറച്ചിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പതിയെ ഒന്ന് മറച്ചിട്ട് മറ്റേ സൈഡിലും പതിയെ ഒന്ന് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലേശം കൂടി പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ. പതിയെ കുറച്ചും കൂടി പെപ്പർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സോൾട്ട് ഒരു പിഞ്ച് ചേർക്കുന്നില്ല. കരിഞ്ഞ് തുടങ്ങുന്ന പതിയെയുള്ള ലീഫും ഒനിയനൊക്കെ പതിയെ അങ്ങ് മാറ്റുക, അല്ലെങ്കിൽ ചെറിയ സ്മോക്കിൻ്റെ ഇത് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കരിഞ്ഞ് തുടങ്ങിയത് പതിയെ ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇല്ലാത്തതൊക്കെ പുറത്തൊരു കറക്കലാൻ കിടക്കുന്നത്. പതിയെ സ്റ്റീക്ക് ഒന്നോടെ ഒന്ന് മറച്ചിടുന്നു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് സ്ലൈസ് ആക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമ്മൾ സ്ലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റീക്കിൻ്റെ കൂടുതൽ നമുക്ക് കഴിക്കാനുള്ള ഗ്രേവിയും കൂടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഒനിയൻ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ ഞാൻ ഒനിയൻ ഇട്ടിട്ടുണ്ട്. ഞാനതിൽ കുറച്ച് സ്പൈസസ് കൂടെ ആഡ് ചെയ്യുവാണ്. ഞാൻ കുറച്ച് എല്ലാം വളരെ മൈന്യൂട്ടായിട്ടായിട്ട് ചേർക്കുന്നുള്ളൂ. കുറച്ച് തൈമ, ഒറിഗാനോ, ബേസിൽ, ലേശം ചൈനീസ്. ഞാൻ ആക്ച്വലി ഇൻസ്റ്റൻറ്റ് ഒനിയൻ മിക്സ് ആണ് വാങ്ങുന്നത്. എൻ്റെ ഇൻസ്റ്റൻറ്റ് ഒനിയൻ മിക്സ് ഇരിപ്പുണ്ട്. ഞാനപ്പോൾ അതാണ് ആക്ച്വലി യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ആഡ് ചെയ്യണം. തിളച്ച് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. പക്ഷേ അതിൽ തന്നെ വെച്ചേക്കുവാണ് 2 മിനിറ്റോടെ ഒന്ന് കുറുകുന്നതിന് വേണ്ടിയിട്ട്. തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ അടിക്കുന്ന കാര്യം. നിങ്ങൾക്ക് ഇച്ചിരി ലൂസായിട്ട് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം എങ്ങനെയാണ് ചെയ്യാൻ എനിക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് തിക്കായിട്ട് ഉണ്ടാക്കുന്നത് ഇച്ചിരി. അപ്പോൾ നമ്മൾ പതിയെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പതിയെ ഒന്ന് സ്ലൈസ് ചെയ്യുവാണ്. ആണ് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉൾവശം പക്കയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പതിയെ ഇനി ഫൈനൽ സെർവ് ചെയ്ത ശേഷം ഞാൻ കാണിച്ചില്ല പ്ലേറ്റ്. അപ്പോൾ ഇത് നമ്മൾ പ്ലേറ്റ് നമ്മളെല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഇനി ഗ്രേവിയും കൂടെ ചേർക്കുവാണ്. ആക്ച്വലി ഞാനപ്പോൾ അത് ചെയ്യണ കൂടുതൽ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ബോയിലും ചെയ്തു. അതുപോലെ കുറച്ച് ചിപ്സും കൂടെ ഉണ്ടാക്കിയ ഡെക്കറേഷനിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് ഗ്രേവി അങ്ങ് ഒഴിച്ചു എന്നേ ഉള്ളൂ അതിനകത്തേക്ക്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോവുകയാണ് ഇനി. സത്യം പറയാം എങ്ങനെ ഉണ്ടാവുമെന്ന് പോലും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഓസ്ട്രിച്ചിൻ്റെ ഇറച്ചി കഴിക്കുന്നത്. അതും ജസ്റ്റ് തവ ഫ്രൈ ചെയ്ത് സ്റ്റീക്കായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല റെഡ് മീറ്റൊക്കെയാണ്. ജസ്റ്റ് പക്കയായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സ്റ്റീക്കും അങ്ങനെ എക്സ്പെർട്ട് അല്ല, അതുകൊണ്ട് ചെയ്ത് നോക്കുകയാണ്.
കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മീറ്റ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ, അല്ലാതെ ഒരു ചിക്കന്റെ ഒരു ടേസ്റ്റ് ഒന്നുമല്ല. നല്ല ചൂരിയാണ് അത്യാവശ്യം. ടേസ്റ്റ് എനിക്ക് വലിയ വികാരം തോന്നുന്നില്ല, കുഴപ്പമില്ല. ചിലപ്പം നമ്മുടെ മസാലയൊക്കെ ചെയ്ത് എന്തെങ്കിലും ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോ നോർമൽ സ്റ്റീക്കായിട്ട് ചെയ്തതാണ്. പക്ഷെ ആ മീറ്റിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. കൊള്ളാം. ഈ റോ ആയിട്ട് മീറ്റ് കഴിക്കുന്നവർക്കൊക്കെ, അല്ലെങ്കിൽ സ്റ്റീക്കിനോടൊക്കെ ഒരുപാട് മസാല ചെയ്ത സ്റ്റീക്ക് കഴിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ. അതിന് കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ നമ്മളെ പോലെ ഒരു മസാലയൊക്കെ ഉപയോഗിച്ച് പക്ക ഇന്ത്യൻ സ്റ്റൈൽ ചെയ്യുന്നവർക്ക് ഇത് കഴിച്ചാൽ ചിലപ്പോൾ നേരെ ഓടും വെള്ളത്തിലേക്ക് പോകാൻ വയ്ക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ട്രൈ ചെയ്തു. എൻ്റെ ഗരം പത്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്നുള്ളത് റിസൾട്ട് അതിൽ നിന്നറിയാം. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. എന്തൊന്നും അറിയട്ടെ. ഭയങ്കര ഹാർഡാണല്ലോ. എങ്ങനെയുണ്ട്? ചുമ്മാ മസാല ഒന്നും ചേർക്കാത്ത ഒരു ഇറച്ചി ഉള്ളിയുടെ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് ഇത്രേ ഉള്ളൂ. വേറെ മസാലാസ് ഒന്നുമില്ല. വേറെ മസാല ടേസ്റ്റ് ഒന്നുമില്ല. സാധാരണ നമ്മുടെ ബീഫില് ഒനിയന്റെ ഒരു ഗ്രേവി, ഒനിയന്റെ ഒരു ബീഫിന്റെ ഇറച്ചിയുടെ ടേസ്റ്റ് ആ വരുന്നത് അല്ലേ? ശരിക്കും ചിക്കന്റെ ഒരു ഇതല്ല. കാര്യം നമ്മൾ ഓസ്ട്രിച്ച് എന്ന് പറയുമ്പോൾ ഒരു കോഴി വർഗത്തിലാണ് പെടുന്നതെങ്കിലും അതിന്റെ മീറ്റിന് ശരിക്കും ഒരു മീറ്റ്, നമ്മുടെ ഇറച്ചിയൊക്കെ ബീഫൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാ വരുന്നത് ആ മീറ്റിന്. അത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നല്ല റെഡ് മീറ്റാ സാധനം. ശരിക്കും വൈറ്റ് മീറ്റ് അല്ല വരുന്നത്, റെഡ് മീറ്റ് ആണ് വരുന്നത്. ഓസ്ട്രിച്ച് കഴിച്ചിട്ടുള്ളവര് മിക്കവാറും ഓസ്ട്രേലിയൻ സൈഡിലുള്ളവരൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും ഞാൻ കണ്ടുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പലതരത്തിൽ ഉണ്ടാക്കുന്ന രീതികളൊക്കെ അറിയായിരിക്കും. അങ്ങനെ ഇതിൽ ഉണ്ടാക്കിയ വീഡിയോകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പി അറിയാമെങ്കിൽ എനിക്ക് ഇത് പിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കഴിച്ചിട്ടുള്ളവർ പറയുക. അതല്ല ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവർ ഉണ്ടാക്കിയ ശേഷം അവരുടെ അതുകൂടെ നമ്മളെ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിന്റെ വളർച്ച. അപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ പോവുകയാണ്. എൻജോയ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പറ്റില്ല ഗൈസ്, മതിയായി. വിചാരിക്കും പോലെയല്ല. ചൂടനോടെ കഴിക്കാൻ നേരത്തെ വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചൂടാറി കഴിയുമ്പോഴേക്കും എനിക്കൊരു ഉളുമ്പ് ടേസ്റ്റ് എനിക്കങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടില്ല. വിചാരിച്ച പോലെ അത്ര ശരിയായില്ല. ചിലപ്പോൾ ഇച്ചിരി മസാല ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നായിരിക്കും. പക്ഷെ ഇതൊരുമാതിരി നമുക്ക് പ്ലെയിൻ ആയതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മള് ഉപ്പും കുരുമുളക് പൊടി മാത്രമല്ലേ ഇട്ടോളൂ. ചിലപ്പോൾ അതിന്റെ ആയിരിക്കും. ചിലപ്പോൾ മസാലയൊക്കെ ഇട്ട്, പിന്നെ മസാലയുടെ ഒരു പ്രശ്നമായിരിക്കും. നമ്മൾ മസാലയൊക്കെ ഇട്ട് ഒരുപാട് മസാല ഇട്ടല്ലേ നമ്മൾ ശീലിച്ചേക്കുന്നത്. അതുകൊണ്ടായിരിക്കും കാര്യം. ഇപ്പൊ ഇവിടെ UK വന്നിട്ട് ഒരുപാട് നമ്മൾ മസാല ഇല്ലാത്ത ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത് വിചാരിച്ചതുപോലെയല്ല. ഇത് ഒട്ടും പറ്റില്ല, ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇതാ ഓനിയൻ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് ചൂടോടെ കഴിച്ചപ്പോൾ അത്യാവശ്യം കൊള്ളായിരുന്നു, കുഴപ്പമുണ്ടായില്ല. അത്യാവശ്യം കഴിച്ചു തീർക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചൂടാറി വന്നപ്പോഴേക്കും ഒരു ഉളുമ്പ് ടേസ്റ്റ് അടിക്കുന്നു. പറ്റില്ല. ഇത് എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ ഇഷ്ടമായില്ല, അയച്ചാൻ ഇഷ്ടമായി, എനിക്ക് വലിയ ഇഷ്ടമായില്ല. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്യും എന്തായാലും. ഓക്കെ.